ഇന്ന് നമുക്ക് മുട്ടുവേദന മാറാനായിട്ട് ഒരു ഹോം റെമഡി കണ്ടു നോക്കാവേ. എൻ്റെ മമ്മിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ. ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യണം. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എരിക്കിൻ്റെ ഇലയാണ്. ഞാനിപ്പോൾ ഒരു 3 എരിക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അകലമുള്ള ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകിയ എരിക്കിൻ്റെ ഇലയുണ്ടല്ലോ, ഇതുപോലെ കമത്തി വെച്ച് കൊടുത്ത് മൂടി വെച്ച് 2-3 സെക്കൻഡ് നമ്മളൊന്ന് തിളപ്പിക്കണം. അത് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം ഞാൻ മറിച്ചിട്ട് മൂടി വെച്ച് ഒരു 3 സെക്കൻഡ് തിളച്ച് കഴിയുമ്പം ഇതായി. ആ വെള്ളമൊക്കെ നല്ലൊരു പച്ച കളറായിട്ടുണ്ട്. ഇനി മൂടി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അധികം വെള്ളം തണുത്തു പോകരുത്. ആ നേരം കൊണ്ട് നമുക്കൊരു കോട്ടൻ്റെയോ ഒരു ബനിയൻ ക്ലോത്തിൻ്റെയോ തുണി എടുത്ത് ഒരു കിഴി പോലെ ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിലെ നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന എരിക്കിൻ്റെ ഇല കുറച്ച് നേരം മൂടി വെക്കണം. വെള്ളത്തിന് ചൂടാറിപ്പോകരുത്. അതിൽ നിന്ന് ഇല എടുത്തിട്ട് ഈ ഇലയിൽ നമുക്ക് തൈലം തൂത്ത് കൊടുക്കണം. വേദനയുടെ തൈലം ഏതായാലും പറ്റും. ഈ തൈലം ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നല്ലെണ്ണ തേച്ച് കൊടുത്താലും മതി. ഞാനിപ്പം ഞങ്ങളുടെ ഇവിടെ മംഗലാപുരത്തൊക്കെ നോവിനെണ്ണ A1 നോവിനെണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണ മേടിക്കാൻ കിട്ടും കടയിലൊക്കെ. അപ്പോൾ അത് നല്ല വേദനയൊക്കെ മാറാൻ നല്ല എണ്ണയാണ്. അപ്പോൾ ആ എണ്ണയാണ് ഞാനിതിലേക്ക് തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇലയിൽ ആ വേദനയുടെ തൈലോ എണ്ണയോ തേച്ച് കൊടുത്തിട്ട് മുട്ടുവേദനയുള്ള സ്ഥലത്ത് ആ ഇല ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇലയ്ക്കും കുറച്ച് ചൂടുണ്ടാകണം. ചൂടോടുകൂടി എണ്ണ അതിൽ തൈലവോ എണ്ണയോ വേദനയുടെ എണ്ണയോ തൂത്ത് കൊടുത്ത് ഇതുപോലെ ആ ഇല വെച്ചിട്ട് നമ്മളൊരു കിഴി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, തോർത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ബനിയൻ്റെ തുണിയോ കൊണ്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ട് നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിന് ചൂടുണ്ടാവണം, ചൂടാറിപ്പോകരുത്. ചൂടോടുകൂടി ആ കിഴി നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ആ ഇലയുടെ മുകളിലൂടെ ഇതുപോലെ കാലിൽ ചൂട് കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ അധികം വേദനയുള്ളിടത്ത് കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. വൈകുന്നേരം ആണെങ്കിൽ ഇപ്പോൾ കാലിന് വേദന ഉള്ളവർക്ക് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പതുക്കെ മസാജ് രാവിലെയും വൈകുന്നേരം 2 പ്രാവശ്യം ചെയ്യണം, ഒരാഴ്ച കേട്ടോ.